ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഇഷ്ടമാണോ? നമ്മുടെ അനീഷും ഷാനവാസും കൂടെ തമ്മിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ രണ്ടുപേരുടെ സൗഹൃദം. പക്ഷേ ഷാനവാസ് അനീഷിൻ്റെ ആ സൗഹൃദം ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവരെ രണ്ടുപേരെയും. ഷാനവാസിനെ എനിക്കിഷ്ടമാണ്, അനീഷിനെ എനിക്ക് അനീഷ് തന്നെ കിട്ടണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അനീഷ് ഒരു കള്ളത്തരവും ഇല്ലാതെ കളിക്കുന്ന നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, ഒറിജിനൽ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, സോ ഐ ലൈക്ക് അനീഷ് ടു മച്ച്. പിന്നെ ഷാനവാസും അനീഷുമായിട്ടുള്ള ഈ കോംബോയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ ബിഗ് ബോസിൽ ഭയങ്കര ട്വിസ്റ്റാണ് കേട്ടോ നടക്കുന്നത്. അനുമോളെ ആദ്യം ഞാൻ നാണം കെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ ആരാ ശരിക്കും? വെറും വൃത്തികെട്ടൊരു സാധനമല്ലേ ആര്യൻ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ആര്യൻ വെറും വൃത്തികെട്ടൊരു സാധനമാണ്. ഒരു ജിസൈലുണ്ടായിരുന്നു അവിടെ. ജിസൈലിൻ്റെ പുറകെ വല തൂങ്ങി നടക്കലായിരുന്നു പണി. ജിസൈൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു ഒറ്റ പെൺപിള്ളേരെയും വെറുതെ വിടാൻ ഉദ്ദേശമില്ല പിന്നെ ആര്യന്. പിന്നെ നൂറേനെ നോക്കുന്നു, അനുമോളെ നോക്കുന്നു. ആരെ കിട്ടിയാലും ആര്യന് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. കോലെ തുണി ചുറ്റി വെച്ചാൽ അവിടെയും പോയി കയറും എന്നുള്ള രീതിയിലാണ് ആര്യൻ്റെ നടപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നതാണ്. ഈ ബിഗ് ബോസ് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് ബിഗ് ബോസ് കാണാൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രേണുസുതി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് കാണാൻ കയറിയത്. പിന്നെ ആണെങ്കിൽ ഇന്നലെ രാവിലെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക്, എൻ്റെ പൊന്നോ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ അതേ ഒടുവിൽ കിട്ടിയ വാർത്ത കേട്ടോ. ഒടുവിൽ ഒരു പ്രൊമോ കണ്ടതാണ്, അനുമോൾ കിറ്റ് ചെയ്തു എന്ന്. പാവംകുട്ടി. എനിക്ക് കപ്പടിക്കുന്നത് അനീഷിനാണെങ്കിലും അനുമോളെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല കുട്ടിയാണ്. എന്താ പറയുക, ഒരുപാട് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ആ കുട്ടി. എന്നാലും കുഴപ്പമില്ല, ആൾ ഇച്ചിരി കട്ടപ്പയാണ് കേട്ടോ. എന്നാലും ആൾ പാവമാണ്. പിന്നെ നമ്മുടെ അക്ബറൊക്കെ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഫുഡിന് വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ, സത്യമായിട്ടും പറയാം. ഇങ്ങനെ ഫുഡിന് ആർത്തി പിടിച്ച ആൾക്കാരുണ്ടോ? നെവിന എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എൻ്റെ പൊന്നപ്പനെ. ആ ഷാനവാസനെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടും ഈ അക്ബറൊക്കെ പറയുന്നത് ഡ്രാമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പ്രൊമോയിലൊക്കെ കണ്ടതാണ്, നമ്മുടെ ലാലേട്ടൻ അനുമോളെയും ആദിലെയും നൂറേനെയൊക്കെ ഒരുപാടിട്ട് പൊരിക്കുന്നുണ്ടെന്നാണ് പറയുന്നുണ്ട്. പക്ഷേ അത് തെറ്റാരുടെ ഭാഗത്താണ്? ശരിക്ക് നമ്മുടെ ലാലേട്ടൻ കുറേ പക്ഷഭേദം കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. എന്താണേലും പിന്നെ എന്താ പറയുക, അനുമോൾ ഇങ്ങനെ കിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കണ്ടോ, അനുമോൾ കിറ്റ് ചെയ്തു. ഞാനത് ഷോട്ട് നോക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ സാബുമോനൊക്കെ ആര് വോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കും. സാബുമോനെയൊക്കെ എന്ത് കണ്ടിട്ട് വോട്ട് ചെയ്യുന്നതാണ്? ആര്യനെയൊക്കെ പുറത്തിയടിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞ്. സത്യം പറയാം, ആര്യനെയൊക്കെ പുറത്തിയടിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞ്. പിന്നെ ആദിലാനൂറ കട്ടപ്പാരകളാട്ടോ. ശരിക്കും ഇവർക്കൊക്കെ ഇത് കിട്ടണം. എന്താണെന്ന് വെച്ചാൽ ആദിലെ നൂറേ അനുമോളും എല്ലാം കൂടെ അനീഷിനെ ഇട്ട് പൊരിച്ചതാണ് കുറേ ദിവസം. ഈ ഷാനവാസൊക്കെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഷാനവാസിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, അത് വേറൊരു സത്യം. പിന്നെ ഈ ആദിലെ നൂറയൊക്കെ ഒരുപാടിട്ട് കരയിപ്പിച്ചതാണ് നമ്മുടെ നമ്മുടെ അനീഷിനെ. എനിക്ക് അനീഷിൻ്റെ ജീവനാണ്. അനീഷിന് എന്തെല്ലാം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കരഞ്ഞു അത് കണ്ടിട്ട്. അനീഷിനായിട്ട് ലാലേട്ടൻ പറഞ്ഞതൊന്നും എനിക്കിഷ്ടമായില്ല. അനീഷ് ഈ ജയിലിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായി. പാവം അനീഷ്. അതുകൊണ്ടെന്താ, പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പോൾ ദൈവം കൂടെയാണ്. ഇവൻ്റെയൊക്കെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്തോ ഇവൻ്റെയൊക്കെ ധാരണ എന്നാർക്കറിയാം. ഇത്രയൊരു പടുവൃക്ഷം, ഒരു പടുവൃക്ഷമാണ് ഇവൻ എന്തിനാ ബിഗ് ബോസിൽ ഇട്ടിരിക്കുകയെന്ന് ആർക്കറിയാം. അവനെ അങ്ങോട്ട് കൊഞ്ചിച്ച് വഷളാക്കിയിരിക്കുകയാണ്. അവനെ അങ്ങോട്ട് പൊക്കി രാരാരം പാടിയിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസും കൂടെ.
മറ്റവനിരിക്കുന്ന കണ്ടില്ലേ, അക്ബർ, അക്ബർ തന്നെയാണ്. എൻ്റെ പൊന്നോ, ഒരു വൃത്തികെട്ട സാധനം. ഇതാണ് കേട്ടോ ലാസ്റ്റ് കാണുന്നത്. പ്രതീക്ഷിക്കേണ്ടാവുന്ന ഷാനവാസിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് വല്ലാത്തൊരു പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ. ഷാനവാസിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കാതെയാണ്. ശരിയാണ്, പാവം. അനീഷിന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അനീഷിന് ഭയങ്കര സങ്കടമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഷാനവാസിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്, ഒന്നും ഉണ്ടാകരുതെന്ന്. ഷാനവാസിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പാവം. പിന്നെ എന്താ പറയേണ്ടതെന്നറിയില്ല. പാവമായിരുന്നു ഷാനവാസ്, പാവമാണ്. പിന്നെ മറ്റുള്ളവരുടെ ഇതിനൊക്കെ കുറേ തുള്ളുന്നുണ്ട്, മറ്റുള്ളവർ ഇതാക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്. പക്ഷേ എന്നാലും സ്നേഹമുള്ളവനാണ്. ഓക്കെ. ഷാനവാസിൻ്റെ പെങ്ങന്മാരായിരുന്നു കേട്ടോ ആദിലാനൂറ. ഷാനവാസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഷാനവാസിന് ഇഷ്ടമെന്ന് വെച്ചാൽ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചതിക്കാനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവർക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും, കൂടെ വന്നിട്ട് ചതിക്കുക എന്നുള്ളൊരു പരിപാടി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, അനുമോളും ഷാനവാസും അനീഷും, ഇവർ മൂന്നും കൂടെ കൂടിയാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇവരുടെ ആ ഒരു കളിയും ചിരിയൊക്കെ ഭയങ്കര സ്വീറ്റാണ്. ഇവരുടെ കൂടെ കൂടിയ അനീഷും ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. നമുക്ക് അനീഷിൻ്റെ ചിരി കണ്ടോ, ഭയങ്കര രസം. ഓക്കെ. ഈ നെവിന് എന്ത് സൂക്കേടാണെന്നറിയാം. ഈ നെവിനെ ഇത്രയൊക്കെ കണ്ടിട്ട് ഈ നെവിനെ ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തത്. ആ കുട്ടി പീരിയഡ്സ് ആയിട്ട് കിടന്നിട്ട് അതിൻ്റെ മേത്ത് കൊണ്ട് വെള്ളം ഒഴിച്ച് അതിനടുത്ത് കിടക്കാൻ സമ്മതിച്ചില്ല. ഒരു വല്ലാത്ത ഭയങ്കര മോശപ്പെട്ട ഏർപ്പാടാണ്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസ് വളരെ മോശം ക്യാപ്റ്റൻസാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ക്യാപ്റ്റൻസി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് ഫുള്ള് എല്ലാ 1 മുതൽ 7 വരെയുള്ള ഇത് ബിഗ് ബോസ് കണ്ട ആൾക്കാർ പറയുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു ജന്മങ്ങൾ, അത്രയും മോശമായിട്ട് പറയണമെങ്കിൽ അത്രയും ഇതായിട്ടല്ലേ അവരൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയില്ല, ഇത്രയും മോശമായിട്ടല്ലേ അത്. ഷാനവാസ് തിരിച്ചെത്തി എന്നുള്ളൊരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. നേരാണോന്നറിയില്ല. ഷാനവാസ് തിരിച്ചെത്തി, നെവിൻ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തൊരു പ്രൊമോ വന്നിട്ടുണ്ട്. കറക്റ്റാണോന്നറിയില്ല, അതാ ശരിയാണോന്നറിയില്ല. എന്തായാലും നോക്കാം. കെട്ടിപ്പിടിച്ചെങ്കിൽ ഇവനെ വേറൊന്നും ചെയ്യാതെ നോക്കിക്കോട്ടെ. ഉണ്ടോ, ഷാനവാസിനെ തിരിച്ചു കയറ്റി, പക്ഷേ ഗെയിമിൽ തുടരാനാവില്ലെന്ന് ബിഗ് ബോസ്. അതെന്താ അപ്പം അങ്ങനെ? എന്തോ ആട്ടെ, ഇത്രയും നാൾ നിന്ന് അവനെ ശരിക്കും അവൻ്റെ സ്ഥാനത്ത് നെവിനെ ഒഴിവാക്കുക വേണ്ടത്. അവനെ എടുത്തിട്ട് നെവിനെ അങ്ങ് ഒഴിവാക്കണം. നെവിന് കിട്ടിയ പോയിൻറ്റ്സ് എല്ലാം ഇവനങ്ങ് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. അതാ ശരിക്കും ചെയ്യേണ്ടത്. ബിഗ് ബോസ് അന്തസ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടത്. അവൻ ഇതുവരെ ഇവൻ പോയപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്താണോ കിട്ടിയത് അതെല്ലാം ശരിക്ക് ഷാനവാസിന് കൊടുക്കുക വേണ്ടത്. അതാണ് അന്തസ്സ്.